ശ്രീ എം കെ ഹരിദാസ്, താങ്കളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു. സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് കാര്യമില്ല, ആശമാരുടെ സമരം തീർക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ശ്രീ എം കെ ഹരിദാസ് താങ്കൾ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണ് ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ നൽകിയത്. അതിൽ ഈ പറയുന്ന ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ശരി ശ്രീ ഹരിദാസ്, 2023-24 വർഷം ഈ NHM തന്നെ ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ 636.88 കോടി രൂപ കേന്ദ്രം നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇതൊന്ന് ദേശാഭിമാനിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൽ 100 കോടി ആശമാരുടെ ഇൻസെന്റീവ് ആണെന്നാണ്. പക്ഷേ ഇതിന് കാരണക്കാരാരാണ്? 2023-24 കോ ബ്രാൻഡിങ്, അതായത് ലോഗോ വെക്കുന്ന കാര്യത്തിലും കേന്ദ്ര ലോഗോ വെക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആ പേരിനൊപ്പം തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർക്കുവാനുള്ള വിമുഖത കാട്ടുകയായിരുന്നു സംസ്ഥാന സർക്കാർ. അങ്ങനെ വെച്ചെന്ന് വെച്ച് എന്താണ് കുഴപ്പം? കേന്ദ്ര ഫണ്ട് നൽകുന്നതല്ലേ, അപ്പോൾ കേന്ദ്ര ലോഗോ അതിൽ വേണമായിരുന്നുവല്ലോ. അത് മാത്രമല്ല, പിന്നീട് വൈകിയാണെങ്കിലും ആ തീരുമാനമെടുത്തു. ഞങ്ങൾ എന്താണ് എഴുതാൻ പറ്റില്ലെന്ന് ശരിയാണ് അങ്ങോട്ട് അറിയിച്ചു. അങ്ങനെ എഴുതാൻ പറ്റില്ലെന്ന് പരസ്യമായ മീറ്റിംഗിൽ പ്രഖ്യാപിച്ച വ്യക്തി ആരോഗ്യമന്ത്രി കേന്ദ്രത്തിന് അറിയിച്ചതാണ് വീണ ജോർജ്. അതെ, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ എം കെ ഹരിദാസ്, അതുകൊണ്ടാണ് 2023-24 വർഷം ഈ 636.88 കോടി രൂപ നഷ്ടമായത്. ശ്രീ എം കെ ഹരിദാസ്, എന്തെങ്കിലും തെറ്റുണ്ടോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്താ ഇത്ര സംശയമുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ദുരഭിമാനം ഈ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിലാണ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. അപ്പൊ അത്തരത്തിലൊരു ബ്രാൻഡിങ്ങിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ലോഗോ വെച്ചിട്ട് ഇത്തരം ഒരു പ്രശ്നത്തിന്റെ എന്താണോ അതിന്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് ആ പ്രശ്ന പരിഹാരമല്ല അവർക്ക് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ഈഗോ, അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള, അത് BJP സർക്കാരിന്റെ കാലത്ത് പോകട്ടെ, ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്ത് എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് നേരിട്ട് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് അത്തരത്തിലൊരു ആവശ്യമില്ലാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ ഭരണത്തിൽ ഇല്ലെങ്കിലും ഇപ്പൊ നായനാരുടെ ഭരണകാലത്തും അച്യുതാനന്ദന്റെ ഭരണകാലത്തുമുള്ള ശൈലി തന്നെയാണ് ഇപ്പോൾ ഈ പിണറായി വിജയന്റെ കഴിഞ്ഞ 100 മാസത്തെ ഭരണകാലത്ത് ഇവർ ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു നിസ്സാരമായ ഒരു ബ്രാൻഡിങ്ങിന്റെ പേരിൽ നമ്മൾക്ക് കേരളത്തിലത്തെ ഈ ആശാവർക്കർമാർക്ക് കിട്ടേണ്ട ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇതിനേക്കാൾ പിടിപ്പ് കെട്ടൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടോ മഞ്ജുഷെ? ചോദിക്കാതിരിക്കുക എങ്ങനെയാ? ഇനിയിപ്പോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെ നിർമ്മല സീതാരാമൻ അദ്ദേഹത്തെ വന്ന് കണ്ടിരിക്കുകയാണ്. അതിന്റെ എന്താണ് ആ കണ്ടതിന്റെ ഉദ്ദേശശുദ്ധി എന്നതിനെ കുറിച്ചിട്ടൊന്നും ഈ ചർച്ചയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് വന്ന് കണ്ടിട്ട് ഈ പാവപ്പെട്ട ഈ സ്ത്രീകളുടെ ഈ സമരത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ആത്മാർത്ഥത ഇതൊന്ന് തീർക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ട് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ, അവർക്ക് എടുക്കാവുന്ന തീരുമാനമല്ലേ? കാരണം അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു സ്ത്രീയുടെ വേദന എന്താണ്. 233 രൂപയ്ക്ക് കേരളത്തിലെ ഒരു മനുഷ്യർക്കും വേണമെങ്കിൽ ഒരു നാൽക്കാലികൾക്ക് പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ കമ എന്ന് ഈ സ്ത്രീകളുടെ ഈ പാവപ്പെട്ട ആശമാരുടെ പ്രശ്നത്തെ കുറിച്ചിട്ട് ഇന്നലെ സംസാരിക്കാൻ തയ്യാറായില്ല. അപ്പൊ ഇവർ പറയുന്നത് മുഴുവൻ, സംസ്ഥാന സർക്കാർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുകയും. സുരേഷ് ഗോപി അവിടെ എന്തിനു വന്നു എന്ന് താങ്കൾ ചോദിച്ചുവല്ലോ, അപ്പോൾ അത് മാറ്റിയോ താങ്കൾ? ഇല്ല, ഞാൻ മാറ്റിയിട്ടില്ല. സുരേഷ് ഗോപി അവിടെ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ശ്രീ ഉല്ലാസ് ബാബുവിന്റെ വിശദീകരണം തീരെ തൃപ്തികരമല്ല. സുരേഷ് ഗോപി ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ പോലെ കേന്ദ്രത്തിൽ അങ്ങേയറ്റം പിടിപാടുള്ള ഒരു കേന്ദ്രമന്ത്രി ഈ സംസ്ഥാനത്ത് വന്ന് സമരം ചെയ്യുന്നവരുടെ ഇടയിലെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും കൊട കൊടുക്കാനും അല്ല ശ്രമിക്കേണ്ടത്. ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഒരു കാതം അകലെ, തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യകലം ദൂരത്തിലെ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, അവിടെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുണ്ട്, അവിടെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. ഇവരെ കണ്ടിട്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടുന്ന 1-2 നിർദ്ദേശങ്ങളെങ്കിലും മുൻപോട്ട് വെക്കാൻ സുരേഷ് ഗോപിക്ക് ആവാത്തിടത്തോളം കാലം ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു സുരേഷ് ഗോപിയുടെ നട്ടലിന്റെ ഉറപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ സുരേഷ് ഗോപിക്ക് നട്ടലിന്റെ ഉറപ്പില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ ആശമാരുടെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി കാണിക്കുന്നത് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ തറപ്പിച്ച് പറയും മഞ്ജുഷ, യാതൊരു സംശയവുമില്ല.
ഞാൻ ഇതിൽ നിന്ന് ഒഴിവാകുകയാണ്. എനിക്ക് വേറെ രണ്ട് മിനിറ്റ് കൂടി ഹരിദാസ്, 2 മിനിറ്റ് കൂടി. അല്ലല്ല ഹരിദാസേ അങ്ങനെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് 2 കോയിലും വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാകാന്ന് പറഞ്ഞിട്ട് സൂത്രപ്പണി ചെയ്യില്ല. എസ്കേപ്പിസത്തിന്റെ രാജാവ് ആവല്ല ഹരിദാസേ. നിങ്ങൾ എന്താ പറഞ്ഞത്? സുരേഷ് ഗോപിക്ക് അവിടെ ഉത്തരവാദിത്വമല്ല, സുരേഷ് ഗോപിക്ക് ഡബിൾ ഗെയിം ആണെന്നോ? സുരേഷ് ഗോപി എന്ത് ഡബിൾ ഗെയിമാ കളിച്ചത്? സുരേഷ് ഗോപി ഈ ആശാ അമ്മമാരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചതോ? സുരേഷ് ഗോപി അവിടെ മഴ പെയ്ത സമയത്ത് സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ ആ അമ്മമാർ ഇരുന്നിരുന്ന ടാർപ്പായി അടക്കം പൊളിച്ചു കൊണ്ടുപോയ സമയത്ത് ഒരു മന്ത്രി ഉത്തരവാദിത്തത്തോടു കൂടി അവിടെ ചെന്നതോ? പിന്നീട് സുരേഷ് ഗോപി വീണ്ടും അവരെ കണ്ടതോ? ഈ വിഷയങ്ങൾ DBT ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യം കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രിയുമായിട്ടും കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായിട്ടും കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് നിങ്ങളുടെ പ്രശ്നം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്താണോ സുരേഷ് ഗോപി ചെയ്ത ഡബിൾ മൈൻഡ് എന്ന് ഹരിദാസ് പറയുന്നത്? ഹരിദാസനാണ് 2 വഞ്ചിയിൽ കാലിടുന്ന സ്വഭാവം. കേരളത്തിലെ സർക്കാരിനെ തലോടുകയും വേണം, ആശമാരുടെ ഒപ്പം നിൽക്കും എന്ന് പറയുന്ന ഇരക്കാത്താപ്പിന്റെ അച്ഛനായി ഹരിദാസ് എന്ന് പറയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ അധപതിച്ചു പോകരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സുരേഷ് ഗോപിയെ നിങ്ങൾ പൂച്ചിക്കാൻ വരുന്നോ? സുരേഷ് ഗോപി ഒരു കാര്യം ഏറ്റെടുത്തിട്ട് കേന്ദ്രമന്ത്രിയാ. കേന്ദ്രത്തിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തും, കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യും. അതിലൊരു ഭയവുമില്ല. ഹരിദാസിനെ പോലെയുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റും അതിനകത്ത് സുരേഷ് ഗോപിക്ക് ആവശ്യമില്ല എന്ന് ഹരിദാസ് മനസ്സിലാക്കിക്കോ. സുരേഷ് ഗോപി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ആശമാരുടെ പ്രശ്നം എന്താ? ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സർക്കാർ ഇവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പരിപൂർണമായി പാലിക്കുന്നില്ല. എന്നാൽ നിലവിലുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി ഇവർക്ക് കിട്ടുന്നില്ല. പെൻഡിംഗ് ഉണ്ടായിരുന്നു, 3 മാസത്തോളം പെൻഡിംഗ് ഉണ്ടായിരുന്നു. ആ കാര്യത്തിന് വേണ്ടി കേരളത്തിലെ സർക്കാരിനെതിരെ അവർ നടത്തുന്ന സമരത്തിൽ കേന്ദ്രമന്ത്രി ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളും കൃത്യമായി അവർക്ക് പൈസ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ബോധ്യപ്പെടുത്തുന്നതും ഒക്കെ സുരേഷ് ഗോപിയുടെ ഉത്തരവാദിത്തമാണ്. സുരേഷ് ഗോപിയെ നിറവേറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാവിയിൽ ഇൻസെന്റീവിന്റെ വർധനവടക്കം ഇൻസെന്റീവ് ഡയറക്ടർക്ക് കിട്ടേണ്ട പ്രവൃത്തിയടക്കം ഇവരുടെ ഭാവിയിലേക്കുള്ള ഓരോ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഉറപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഹരിദാസിന് ഉല്ലാസ് എം കെ ഹരിദാസ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചൊന്നും ഉല്ലാസ് ഒരു സെക്കൻഡ്. സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചൊന്നും ഹരിദാസ് സംസാരിച്ചിട്ടില്ല. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു വിമർശകൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ എം കെ ഹരിദാസ് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സമരം അവസാനിപ്പിച്ചിട്ട് വേണം എന്ത് ഈ DBT ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. ഈ സമരം അവസാനിപ്പിച്ചിട്ട് 32 ദിവസമായിട്ട് ഈ അമ്മമാരെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് കൊട കൊടുക്കലും ഇന്നത്തെ പൊങ്കാല ചോറ് കൊടുക്കലും അല്ല സുരേഷ് ഗോപി വേണ്ടത്. സതീശന് 2 മൈൻഡാണെന്ന് ഹരിദാസിന് തോന്നിയില്ലല്ലോ. സതീശന് 2 മൈൻഡാണെന്ന് ഹരിദാസിന് തോന്നിയില്ലല്ലോ. എനിക്ക് സമരം തീരണം എന്നല്ലാണ്ട് എനിക്ക് ഒരു മൈൻഡുമില്ല. എനിക്ക് ഈ സംസ്ഥാന സർക്കാർ അങ്ങേയറ്റം പുച്ഛമാണ് ഈ സംസ്ഥാന സർക്കാരിനോട്. അത് താങ്കൾക്ക് ഒഴികെ ഹരിദാസ് അല്ല ഈ സമരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹരിദാസ് പറഞ്ഞിട്ടാണ് ഈ സമരം തുടങ്ങിയിരിക്കുന്നത്. ഈ സമരം തീർക്കാൻ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ പവർ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ സമരം ഞാൻ 15 ദിവസം മുമ്പ് തീർക്കുമായിരുന്നു. അത് താങ്കൾ മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹം ഇപ്പൊ കാണിക്കുന്ന ഡ്യൂവൽ പേഴ്സണാലിറ്റിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഞ്ജുഷ, എനിക്കൊരു ചർച്ചയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടല്ല. പ്ലീസ് ശരി. ഉല്ലാസ് അല്ലല്ലോ, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എം കെ ഹരിദാസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ശരി. ശ്രീ